കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്ക് മുന്നോടിയായി സംഭവിക്കുന്ന അടയാളങ്ങളുടെ തുടർച്ച. കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്ക് മുൻപായി സംഭവിക്കുന്ന സയൻസ് അടയാളങ്ങൾ 13 അക്കമിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഫെബ്രുവരി 2 പറഞ്ഞിരുന്നു. ഇന്നത്തെ സന്ദേശത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കർത്താവ് തൻ്റെ ഒലിവുമല പ്രഭാഷണത്തിൽ വിശുദ്ധ മത്തായി 24-21 ഇപ്രകാരം പറഞ്ഞു: ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കുന്നതുമായ വലിയ കഷ്ടം അന്ന് ഉണ്ടാകും. അത് നമുക്ക് നോക്കാം. 14 പ്രധാന പ്രവചനങ്ങളും സംഭവങ്ങളും. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധിയും അവിടെ ഉണ്ടാകുമെന്ന് വിശുദ്ധ ലൂക്കോസ് 21:11 രേഖപ്പെടുത്തിയിരിക്കുന്നു. ചിലതൊക്കെ കഴിഞ്ഞ മെസ്സേജിലും ഞാൻ സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ പൂനെയ്ക്കടുത്ത് കൊയ്ന എന്ന സ്ഥലത്ത് ചില വർഷങ്ങൾക്ക് മുമ്പുണ്ടായ വലിയ ഭൂകമ്പം, ഗുജറാത്തിൽ ഉണ്ടായത് മുതൽ ഏകദേശം കണക്കനുസരിച്ച് 2000-ലധികം ഭൂകമ്പങ്ങൾ ലോകത്തിൽ അടുത്ത കാലത്തുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. തെക്കേ അമേരിക്കയിലെ ഭൂകമ്പം മൂലം നിക്കാരാഗോ എന്ന പട്ടണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ പട്ടണം ദുഷ്ടതയും മ്ലേച്ഛതയും കൊണ്ട് നിറഞ്ഞതായിരുന്നു. അവിടുത്തെ ജനം വിശുദ്ധനായി കരുതിയിരുന്ന ഡൊമിംഗോയുടെ ഓർമ്മ പെരുന്നാൾ ദിവസം സംഭവിച്ചിരുന്ന വ്യഭിചാരവും മദ്യപാനവും വെറുക്കൂത്തും സാധാരണത്തിലും അധിക കഠിനമായിരുന്നു. ഈ സംഭവ വികാസങ്ങളെല്ലാം പ്രകൃതിയിൽ ദൈവിക ന്യായവിധിയുടെ ആയുധങ്ങളായി തിരുവചനം ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ ഈ കാലഘട്ടങ്ങളിൽ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്ര ഗോളങ്ങളിലും ലക്ഷ്യങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നതായി ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഓക്സ്ഫാം പ്രസിദ്ധീകരിച്ച ഒരു പഠന റിപ്പോർട്ടിൽ പ്രകൃതിക്ഷോഭത്താലുള്ള അത്യാപത്തുകൾ കഴിഞ്ഞ 2 ദശകങ്ങളേക്കാൾ 4 മടങ്ങായി വർദ്ധിച്ചിരിക്കുന്നതായി പറയുന്നു. അമേരിക്കയിലെ കാലിഫോർണിയയിൽ 14 ടൺ ഭാരവും 200 ഇഞ്ച് വ്യാസവുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഭൂതക്കണ്ണാടി നക്ഷത്രഗോളങ്ങളെ നിരീക്ഷിക്കുവാൻ സ്ഥാപിച്ചിരിക്കുന്നു. അവർ പറയുന്നത് നക്ഷത്രഗോളങ്ങളിൽ വലിയ ലക്ഷ്യങ്ങൾ കാണുന്നു എന്നാണ്. വിശുദ്ധ ലൂക്കോസ് 21:26-27 പ്രകാരം വായിക്കുന്നു: ആകാശത്തിൻ്റെ ശക്തി ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് നോക്കി പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ കർത്താവ് താൻ മേഘപ്രത്യക്ഷതയിൽ വെളിപ്പെടും എന്ന് ഈ കാര്യങ്ങൾ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. 15 നോക്കുമ്പോൾ ലോകവ്യാപകമായ ക്ഷാമമാണ്. കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്കടുത്തും മേഘപ്രത്യക്ഷത കഴിഞ്ഞിട്ടും എതിർക്രിസ്തുവിൻ്റെ വാഴ്ചകാലത്തും ക്ഷാമം അതിരൂക്ഷമായിരിക്കും എന്ന് തിരുവചനം ഘോഷിക്കുന്നു. അത് ശാസ്ത്രജ്ഞന്മാരും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇതിൻ്റെ മുന്നോടിയായിട്ടാണ് ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റം നാൾതോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലയളവിൽ തന്നെ ക്ഷുദ്ര ജീവികളെയും വൃക്ഷങ്ങളുടെ ചെടികളുടെ വേരുകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന സമൂഹങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. UN കണക്കനുസരിച്ച് 345 ദശലക്ഷം ജനങ്ങൾ ഇപ്പോൾ തന്നെ പട്ടിണിയിലായിരിക്കുന്നു. കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത അടുക്കും തോറും ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കും. പ്രവചനങ്ങൾ നിറവേറുന്നു. അടുത്തത് പ്രകൃതിയിലെ മാറ്റങ്ങളാണ്. കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയോട് അടുത്ത കാലഘട്ടത്തിൽ പ്രകൃതിക്ക് വലിയ മാറ്റവും വ്യതിയാനങ്ങളും സംഭവിക്കും എന്ന് തിരുവചനം ഓർപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് 21:25 പറയുന്നു: കടലിൻ്റെയും
ഓളങ്ങളുടെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജനങ്ങൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ഓക്കി പോലുള്ള ചുഴലിക്കാറ്റുകളുടെ വർധന, മർദ്ദ വർധന, ചക്രവാത കുഴികൾ, ഉഷ്ണതരംഗങ്ങൾ, പ്രളയം, മേഘസ്ഫോടനങ്ങൾ, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഇവയെല്ലാം കൂടി വരുന്നു. അതുപോലെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഓക്സിജന്റെ ലെവൽ ഭൂമിയിൽ താഴുന്നു. സൂര്യൻ്റെ ചൂട് വർദ്ധിക്കുന്നു. സൂര്യൻ്റെ ചൂടിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കുവാൻ ഓസോൺ ലെയറിന് ഭൂമിയെ രക്ഷിക്കുന്ന ഓസോൺ ലെയറിന് വിള്ളൽ വീണുകൊണ്ടിരിക്കുന്നു. മശിഹായ്ക്ക് മുന്നോടിയായി ബ്ലഡ് മൂൺ, ചന്ദ്രൻ പ്രത്യക്ഷനാകും എന്ന യഹൂദ വിശ്വാസം നടന്നു കഴിഞ്ഞിരിക്കുന്നു. 2014 രക്തചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടത് ഒരു ചരിത്ര സംഭവമാണ്. സൂര്യനിൽ വലിയൊരു സ്ഫോടനം ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെന്ന് ആധുനിക ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. തന്മൂലം സൂര്യൻ കറുത്തു പോകാനിടയാകും. അതുമൂലം ഭൂമിയിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും. അത് ചന്ദ്രനെ ബാധിക്കുകയും ചന്ദ്രൻ ഇപ്പോഴത്തെ നിലയിൽ നിന്ന് നേരെ തിരിഞ്ഞു വരികയും ചന്ദ്രൻ്റെ മറുഭാഗം റെഡ് ഓക്സൈഡ് ആകയാൽ ചന്ദ്രൻ ഭൂമിയിലുള്ളവർക്ക് രക്തതുല്യമായി കാണപ്പെടും എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇത് വെളിപ്പാട് പുസ്തകം നമ്മെ ഓർപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ചന്ദ്രൻ്റെ സ്ഫടിക പാറയുള്ള ഭാഗം ഭൂമിക്ക് അഭിമുഖമായി നിൽക്കുന്നത് കൊണ്ടാണ് രാത്രിയിൽ പ്രകാശം കിട്ടുന്നത്. നാസ അടുത്ത കാലത്ത് പുറത്തുവിട്ട ന്യൂസ് വായിക്കുകയുണ്ടായി. അവർ പറയുന്നു, സൂര്യനിൽ നിന്ന് വിഘടിച്ചു വരുന്ന ഒരു തീഗോളം ഭൂമിയിലേക്ക് വരുന്നു. അത് കടലിൽ പതിച്ചാൽ വെള്ളമെല്ലാം വറ്റിപ്പോകും. അത് വന്ന് ഭൂമിയിൽ വീണാൽ വലിയ പ്രതിസന്ധിയാണ്. ഭൂമിയിൽ വീഴുന്നതിന് മുമ്പ് അതില്ലാതാകണം, ഇല്ലെങ്കിൽ വലിയ നാശം. ഇത് എതിർക്രിസ്തുവിൻ്റെ വാഴ്ച കാലത്തെ സംഭവിക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുവചനം അതിൻ്റെ വെളിപ്പാട് പുസ്തകത്തിൽ ഭൂമിയുടെ 1/3 ഇല്ലാതാകും എന്ന് പറയുന്നത് അതിൽ കൂടെ പൂർണ്ണമാകും. അതിനു മുമ്പ് കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത നടക്കുകയും സഭയെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുത്തുകയും ചെയ്യും. 17 അജ്ഞാത രോഗങ്ങൾ. COVID-19 ചൈനയിലെ വുഹാനിൽ നിന്ന് ആരംഭിച്ചു. അല്പശമനം നേരിട്ടിട്ടുണ്ടെങ്കിലും 27 രാഷ്ട്രങ്ങളിൽ ഇന്നും കോവിഡിൻ്റെ വകഭേദങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നു. ഈ അടുത്ത സമയത്ത് ന്യൂസിൽ പറയുന്നു, കേരളത്തിലും അത് വീണ്ടും തലപൊക്കിക്കൊണ്ടിരിക്കുന്നു. പനി കൊണ്ട് ധാരാളം ആളുകൾ പ്രതിസന്ധിയിലായിരിക്കുന്നു. COVID-19 വന്നവർക്ക് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, ആഫ്റ്റർ ഇഫക്ട്സ് വളരെ കഠിനമായിട്ട് തീരുന്നു. പല രോഗങ്ങളും തന്മൂലം പുതിയ രോഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിശുദ്ധമത്തായി 24:21 പറയുന്ന പ്രകാരം വലിയ കഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 18 എണ്ണ ഉൽപാദന മാന്ദ്യവും യുദ്ധാന്തരീക്ഷവും. ലോക എണ്ണ ഉൽപാദനം അതിൻ്റെ അത്യുച്ച കോടിയിൽ എത്തിയിരിക്കുന്നുവെങ്കിലും 2030 കഴിയുമ്പോഴേക്ക് അതൊക്കെയും കുറഞ്ഞുകൊണ്ടിരിക്കും എന്നും ഫോസിൽ ഫ്യൂവൽ അശ്മക ഇന്ധനക്ഷാമം രൂക്ഷമായി തീരും എന്ന് കരുതുന്നു. തന്മൂലം അത് യുദ്ധത്തിലേക്കും വ്യാപാരങ്ങളുടെ തകർച്ചയിലേക്കും അതൊരു 3rd വേൾഡ് വാറിന് ഇടയായി തീരുകയും ചെയ്യും എന്ന് കരുതുന്നു. ഈ 3rd വേൾഡ് വാർ എതിർക്രിസ്തുവിൻ്റെ വാഴ്ചയുടെ ആരംഭം മുതൽ അവൻ്റെ ഭരണമായ ഒരാഴ്ചവട്ടം നിലനിന്ന് അർമഗദോൻ യുദ്ധത്തിൽ പര്യവസാനിച്ച് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് വഴിയൊരുക്കും എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. 19 സാങ്കേതിക വിദ്യയും ജ്ഞാനവും. ജാപ്പനീസ് അമേരിക്കൻ പ്രൊഫസർ മിച്ചിയോ കാക്കു എഴുതിയ സമാന്തര ലോകവും പ്രകാശത്തേക്കാൾ വേഗതയിലെ ബാഹ്യ സഞ്ചാരവും എന്ന പുസ്തകത്തിൽ പരസ്പര
ബന്ധിത മണ്ഡല സിദ്ധാന്തം, സ്ട്രിംഗ് ഫീൽഡ് തിയറി രൂപപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് വായിക്കുകയുണ്ടായി. അതിൽ പറയുന്നു, ദേവന്മാരുടെ ശക്തി ആർജിക്കുവാൻ തക്കവണ്ണം മനുഷ്യർ സാങ്കേതിക വിദ്യയുടെ ഊർജം ലഭിക്കുകയും ഒരു പുതിയ യുഗത്തിലേക്ക് ലോകം പ്രവേശിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫലമായി അതിവേഗത്തിൽ പായുന്ന ബൂം എയർപ്ലെയിൻ സിസ്റ്റം രൂപപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, വംശപാരമ്പര്യ ഗുണം തെളിയിക്കുന്ന DNA എന്ന ജീവ തന്മാത്ര മോളിക്യൂൾ ഓഫ് ലൈഫിൻ്റെ കുരുക്ക് അഴിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് വരാൻ പോകുന്ന നാളുകളിൽ പരീക്ഷണശാലകളിൽ വളർത്തിയെടുക്കുന്ന മനുഷ്യ അവയവങ്ങൾ ലഭ്യമാകും, വാർദ്ധക്യം ഇല്ലാതെയാകും എന്നൊക്കെ ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നു. ബാഹ്യാകാശ ഗ്രഹത്തിലേക്കുള്ള യാത്ര ഈ കാലയളവിൽ വളരെ സുഗമമായിരിക്കുന്നു. 2500 വർഷങ്ങൾക്ക് മുമ്പ് ദാനിയേൽ പ്രവാചകൻ 12:4 പ്രവചിച്ച പ്രകാരം ഈ കാലത്ത് ജ്ഞാനം വർദ്ധിച്ചു എന്നത് നിവർത്തിയായിരിക്കുന്നു. ചന്ദ്രയാൻ 3 ഇന്ത്യയിൽ വിക്ഷേപിച്ചു കഴിഞ്ഞു. ചന്ദ്രൻ, ചൊവ്വ ആദിയായ ഗ്രഹങ്ങളിലേക്ക് ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നു. ചന്ദ്രനിൽ സ്ഥലം ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. 10ഉം 12ഉം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ശാസ്ത്ര വിദ്യാർത്ഥികൾ ജ്ഞാനം വർദ്ധിച്ച് നാസയിലേക്ക് ചേക്കേറുന്നു. ഭൂമി വിട്ട് ഇതര ഗോളങ്ങളിലെത്തുന്നു. അവിടെയെല്ലാം സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നു. ഇന്ത്യയിൽ സ്പേസ് ശാസ്ത്രജ്ഞയായ സുനിത വില്യംസ് യാത്രാ തകരാറ് മൂലം സ്പേസ് സ്റ്റേഷനിൽ ഭൂമിയിലേക്ക് വരാൻ കഴിയാതെ അവിടെ തങ്ങിയിരിക്കുന്നു. അവർ ഈ അടുത്ത സമയത്ത് പുറത്തിറങ്ങി നടക്കുന്നതായിട്ട് ന്യൂസിൽ കാണുവാനിടയായി. അന്ത്യകാലത്ത് ജ്ഞാനം വർദ്ധിക്കും എന്ന പ്രവചനത്തിൻ്റെ നിവർത്തിയാണിതൊക്കെയും. എന്നാൽ ഒരു കാര്യം വേദപുസ്തകം ശ്രദ്ധേയമായിട്ട് നമ്മെ ഓർപ്പിക്കുന്നു. മനുഷ്യൻ അവിടെ താമസിക്കുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല എന്നതൊരു പരമസത്യം. ഒബദ്യാവ് 4 പറയുന്നു, നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളിടയിൽ കൂടുവെച്ചാലും അവിടെ നിന്ന് നിന്നെ ഞാൻ ഇറക്കും. ആമോസ് 9:2 പറയുന്നു, അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ ഇറക്കും എന്ന്. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ആംസ്ട്രോങ് പോയ പേടകത്തിൻ്റെ പേര് ഈഗിൾ, കഴുകൻ എന്നിട്ടിരുന്നത് ഈ പ്രവചനത്തിൻ്റെ ഒരു നിവൃത്തിയാണ് എന്നതിന് സംശയമില്ല. 20 ഇസ്രായേൽ രാഷ്ട്ര സ്ഥാപനവും യഹൂദ ജാതിയുടെ കൂടിച്ചേരലുമാണ്. കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്ക് തൊട്ടു മുമ്പ് നടക്കുന്ന വലിയ സൂചന രഹസ്യമാണ് കർത്താവ് തൻ്റെ ഒലിവുമല പ്രഭാഷണത്തിൽ, പ്രത്യേകിച്ച് വിശുദ്ധ മത്തായി 24:32 മുതൽ 34 വരെ പറഞ്ഞിരിക്കുന്നത്. അതിപ്രകാരം വായിക്കുന്നു, അത്തിയെ നോക്കി ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനലടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതുക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഇതൊക്കെയും സംഭവിക്കുവോളവും ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. AD 70 കർത്താവ് മുൻ പറഞ്ഞ പ്രവചനം നിവർത്തിയായി. യെരുശലേം ദേവാലയം തകർക്കപ്പെട്ടു. യഹൂദജനം ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കും ചിതറിക്കപ്പെട്ടു. സ്വന്തം രാജ്യം അവർക്ക് നഷ്ടമായി. എന്നാൽ സദാകാലത്തേക്കും അവരെ തള്ളുകയില്ല, അവരെ വീണ്ടും കൂട്ടിച്ചേർക്കും എന്ന് പ്രവാചകന്മാരെ കൊണ്ട് ദൈവം മുൻകൂട്ടി പ്രവചിച്ചിരുന്നത് നമുക്ക് കാണാം. സക്രിയാവ് 10:8 മുതൽ 10 വരെ പറയുന്നു, ഞാൻ അവരെ ചൂള കുത്തി ശേഖരിക്കും, അവരെ പെരുക്കും. യെശയ്യാവ് 27:12 പറയുന്നു, ഇസ്രായേൽ മക്കളെ, നിങ്ങളെ ഓരോന്നായി പെറുക്കിയെടുക്കും. യെഹെസ്കേൽ 36:24 പറയുന്നു, ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന്
കൂട്ടി സകല ഗോത്രങ്ങളിൽ നിന്നും ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഇരമ്യാവ് 24, ഹോശേയ 9 പോലെ മിക്കവാറും എല്ലാ പ്രവാചക പുസ്തകത്തിലും ഈ പ്രവചനത്തിൻ്റെ നിവർത്തികൾ, ഈ പ്രവചനം നമുക്ക് ആവർത്തിക്കുന്നതായിട്ട് കാണാം. അതിന് പ്രകാരം ചരിത്രം പഠിക്കുമ്പോൾ USSR തകർന്നു, ജർമ്മനിലെ ബെർലിൻ വാൾ തകർന്നു, റഷ്യയിൽ അവിടെയൊക്കെയുള്ള എല്ലാ യഹൂദന്മാരും സ്വദേശത്തേക്ക് മടങ്ങി വന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള മിക്കവാറും യഹൂദന്മാരും അവർ സ്വദേശത്തേക്ക് മടങ്ങി വന്നു. ഇപ്പോഴും ചിലരൊക്കെ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ കൊച്ചിയിലുമുള്ള അനേക യഹൂദ കുടുംബങ്ങൾ പോയി കഴിഞ്ഞു. 1948 യഹൂദ രാഷ്ട്രം ബ്രിട്ടൻ്റെ സഹായത്തോടെ സ്ഥാപിതമായത്. കൊമ്പ് ഇളതായി നമ്മുടെ കൊച്ചി കേരളത്തിൻ്റെ പകുതി പോലും ഇല്ലാതിരുന്ന ഇസ്രായേൽ രാഷ്ട്രത്തെ 1967 യഹൂദ ജനത്തെ ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളയും എന്ന ശപഥത്തോട് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായിരുന്ന നാസറിൻ്റെ നേതൃത്വത്തിൽ റഷ്യയുടെ സപ്പോർട്ടോടുകൂടി ചുറ്റുമുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളും ചേർന്ന് അവരോട് യുദ്ധം ചെയ്തു. എന്നാൽ ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യം 6 ദിവസം കൊണ്ട് ഈ വലിയ കൂട്ടത്തെ പരാജയപ്പെടുത്തി. ഇതെങ്ങനെ സാധിച്ചു എന്ന് ഒരാൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, യഹോവയായ ദൈവം 6 ദിവസം കൊണ്ട് സകലവും സൃഷ്ടിച്ചു, 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുപോലെ ഞങ്ങളും 6 ദിവസം കൊണ്ട് ശത്രുവിനെ പരാജയപ്പെടുത്തി 7-ാം ദിവസം ഞങ്ങൾ സ്വസ്ഥമായിരിക്കുന്നു. കൊമ്പ് നീട്ടി ഇല തളർത്തുകൊണ്ടിരിക്കുന്നു. 2023 ഒക്ടോബർ 7 ശത്രു ശാന്തമായി കഴിഞ്ഞ 1200 യഹൂദ ജനത്തെ നിഷ്കരണം കൊന്നൊടുക്കി. 250-ൽ പരം ജനത്തെ ബന്ദികളാക്കി. അതിൻ്റെ ഫലമായിട്ടാണല്ലോ പശ്ചിമേഷ്യൻ യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിൽ നാം കണ്ടു ഇറാൻ, ഹമാസ്, ഹൂതി, ഹിസ്ബുള്ള, IS, ഇറാഖിലെ മിലിഷ്യ ആദിയായിട്ടുള്ള അവരെ നിലംപരിചാക്കി ഇപ്പോൾ ഇസ്രായേലിൻ്റെ അതിർത്തി വിസ്തൃതമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതും ഒരു പ്രവചന നിവർത്തി തന്നെ. ഇല തളിർത്തു എന്നത് കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയുടെ ഒരു തെളിവ് സൂചനയാണ്. മത്തായി 24:34 കർത്താവ് പറഞ്ഞത്, അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ എന്നുള്ളത് ഇത് ക്രിസ്തുവാണ്, വാതുക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. പിന്നീട് കർത്താവ് തുടർന്ന് പറഞ്ഞു 34-ാം വാക്യത്തിൽ, ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അർപ്പിച്ചു. ഇതിൻ്റെ അർത്ഥം അത്തിയായ യഹൂദൻ്റെ ഇല തളിർത്ത 1967 യുദ്ധം കണ്ട തലമുറയിൽ തന്നെ കർത്താവ് മടങ്ങി വരും എന്നാണ്. അതുകൊണ്ട് ആ തലമുറ തീരാൻ ഇനിയും അധികം നാളില്ല. അതുകൊണ്ട് അധികം വർഷങ്ങൾ മുൻപോട്ട് പോകുന്നതിന് മുമ്പ് കർത്താവ് മടങ്ങി വരും, മേഘപ്രത്യക്ഷം നടക്കും, തൻ്റെ സഭയെ ചേർത്തിരിക്കും എന്നത് ഒരു വേദപുസ്തക സത്യമാണ്. മാത്രമല്ല, അവൻ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് ക്രിസ്തുവാണ്. അവൻ വാതുക്കൽ ആയിരിക്കുന്നു. അവന് കതവ് തുറന്ന് വെളിയിൽ വരണമെങ്കിൽ വഴിയിൽ വെച്ച് തടുക്കുന്ന 2 തെസ്സലോനി 2:9 പറയുന്ന പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കി യേശുവിനെ മേഘത്തിൽ കൂട്ടിമുട്ടിക്കണം. എല്ലാ പ്രവചനങ്ങളും നിറവേറിക്കൊണ്ടിരിക്കുന്നു. 2017 നമുക്കറിയാം, ഇസ്രായേലിൻ്റെ തലസ്ഥാനം യെരൂശലേമായി മാറ്റപ്പെട്ടത് നമുക്കറിയാം. ഇപ്പോൾ ഓരോ പ്രവചനങ്ങളും പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇന്ന് യഹൂദ രോഷം, ആൻറ്റിസെമിറ്റിസം ലോകത്തിൽ മുഴുവൻ പടർന്നിരിക്കുന്നു. ഇസ്രായേലിലെ വിദ്യാർത്ഥികളെ പല രാജ്യങ്ങളിലും ആക്രമിക്കപ്പെടുന്നു. അവരുടെ സിനഗോഗുകൾ നശിപ്പിക്കപ്പെടുന്നു. ഇതിൽ നമ്മൾ ഓർക്കുന്നു, തിന്മയുടെ പ്രതീകമായ എതിർ ക്രിസ്തുവിൻ്റെ ആധിപത്യം ഈ നാളുകളിൽ വർദ്ധിച്ചു വരികയാണ്.
എതിർ ക്രിസ്തു ഭൂമിയിൽ തന്നെ ഉണ്ട്. അവൻ പൂർണ്ണമായി വെളിപ്പെടുവാൻ കഴിയാതെ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ട് നാശം വിതയ്ക്കുകയാണ്. ക്രൈസ്തവ പ്രമേയങ്ങളെ അപമാനിക്കുന്ന ഉദാഹരണം ബോഗേൻ വില്ല എന്ന സിനിമയുടെ ക്രൈസ്തവ പ്രമേയങ്ങളെ, ആരാധനകളെ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞ് സർക്കാസ്റ്റിക് വേയിൽ പരിഹസിക്കുന്നു. ഇലൂമിനിസ്റ്റിക് പൈശാചിക ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്ക് സ്പീഡ് വർദ്ധിപ്പിക്കുകയാണ്. ഒലിവുമല പ്രഭാഷണത്തിൽ വിശുദ്ധ മത്തായി 24:31 കർത്താവ് പറഞ്ഞു, മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെ മനുഷ്യപുത്രൻ്റെ വരവ് ആകും. ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന പ്രകാശരശ്മികളാണ് എന്ന് ലോകം കരുതിയിരുന്നു. ഒരു സെക്കൻഡിൽ 1,86,000 മൈലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ അടുത്ത കാലത്ത് അതിനേക്കാൾ വേഗത കൂടിയ ഒരു തരം കണികൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പേര് ടാക്കിയോൺസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിനെക്കുറിച്ച് പറയുന്നത്, അത് ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ കോടി മൈൽ ദൂരം പിന്നിട്ട് നിർദ്ദിഷ്ട സ്ഥലത്ത് എത്തിക്കഴിയും. ഇത് കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയുടെ രഹസ്യമാണ്. തേജസ്സുള്ള കർത്താവിൻ്റെ ശരീരത്തിന് കോടാനുകോടി മൈലുകളെ താണ്ടുന്നതിന് സമയം ആവശ്യമില്ല. മിന്നലിനേക്കാൾ വേഗതയിൽ എത്തും. വാനനിരീക്ഷണ ശാസ്ത്രജ്ഞനായ ജോൺ ഹർഷൽ പറയുന്നത്, എല്ലാ മാനുഷിക കണ്ടുപിടുത്തങ്ങളും വിശുദ്ധ തിരുവെഴുത്തുകളിൽ അടങ്ങിയിരിക്കുന്ന സത്യങ്ങളെ അരക്കിട്ട് ഉറപ്പിക്കുക അത്ര ചെയ്യുന്നത്. വിശുദ്ധ മത്തായി 24:35 കർത്താവ് പറഞ്ഞു, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. മേൽപ്പറഞ്ഞ എല്ലാ സൂചനകളുടെയും അടയാളങ്ങളെയും മുൻനിർത്തി ഈ സഭാ കാലയളവിൽ ഇനിയും എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത സംഭവിക്കാം. വിശുദ്ധ മർക്കോസ് 13:32 പറഞ്ഞിരിക്കുന്ന ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. കർത്താവ് ഭൂമിയിൽ വെച്ചത് പറഞ്ഞതാണ്. എന്നാൽ വീണ്ടും പറയുന്നു, ആ കാലം എപ്പോൾ എന്നറിയായിക്കൊണ്ട് സൂക്ഷിച്ചുകൊള്ളുകയും ഉണർന്നും ജാഗരിച്ചും കൊണ്ടിരിപ്പീൻ. എപ്പോഴാണ് നിത്യത സമയത്തെ ആക്രമിക്കുന്നു എന്ന് നമുക്കറിഞ്ഞുകൂടാ. We do not know when the eternity will invert time. 1 തെസ്സലോനി 5:1 പറയുന്നു, കള്ളൻ രാത്രി വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു. ഇതിൻ്റെ അർത്ഥം ഒരു ഭക്തൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, The day of his coming is a secret, so we must be watch every day. ആ ദിവസം, കർത്താവിൻ്റെ വരവിൻ്റെ ദിവസം, ഒരു പരമരഹസ്യമാണ്. പിതാവാം ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് രഹസ്യം. അതുകൊണ്ട് നാം ഈ ഭൂമിയിൽ എല്ലാ ദിവസവും ഉണർവോടെ കാത്തിരിക്കണം എന്നാണ്. അതിൻ്റെ അർത്ഥം സഭ നിഷ്ക്രിയരായിട്ടിരിക്കാനായിട്ടല്ല, ദൈവജനം നിതാന്ത ജാഗ്രത പുലർത്തണം എന്നത്രേ നമ്മളെ ഓർപ്പിക്കുന്നത്. ആകാശമേഘത്തിലൂടെ സ്വർഗാരോഹണം ചെയ്ത, ആകാശത്തിലൂടെ കടന്നുപോയ മഹാശ്രേഷ്ഠ പുരോഹിതനായ യേശു എബ്രായർ 4:14 അങ്ങനെ പറഞ്ഞിരിക്കുന്നു, സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ എന്ന് അപ്പോസ്തല പ്രവൃത്തി 1:11 പറയുന്നു. അവൻ പോലെ പോയ തന്നെ വീണ്ടും വരും. സങ്കീർത്തനം 104:3 പറയുന്ന പ്രകാരം അവൻ മേഘത്തെ തൻ്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിച്ചു വരും. തൻ്റെ മേഘപ്രത്യക്ഷത സഭയ്ക്ക് വേണ്ടിയുള്ള രഹസ്യവരവാണ്. കഴുകൻ തൻ്റെ ഇരയെ കൊത്തി നുടി നേരം കൊണ്ട് കൊണ്ടുപോകുന്നതിന് സമാനമായിട്ടാണ് തിരുവചനം പറയുന്നത്. അതിനാണ് സഭയുടെ റാപ്ചർ, ഉൾപ്രാവണം അല്ലെങ്കിൽ ഉത്പ്രാവണം എന്ന് പറയുന്നത്. സഭയെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കുത്തിപ്പെറുക്കി ശേഖരിക്കും. ഒലിവുമല പ്രഭാഷണത്തിൽ കർത്താവ് പറയുന്നു, വിശുദ്ധ മത്തായി 24:17-18, അന്ന് വീട്ടിലുള്ളവർ വീട് വിടരുത്, വയലിലുള്ളവർ വസ്ത്രം എടുപ്പാൻ മടങ്ങിപ്പോകരുത്. കാരണം സഭ എപ്പോഴും ഒരുങ്ങിയിരിക്കണം എന്ന യാഥാർത്ഥ്യമാണ് ഓർപ്പിക്കുന്നത്.
40 പറയുന്നു, 2 പേർ വയലിലായിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ തിരിക്കല്ല് പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. വിശുദ്ധ ലൂക്കോസ് 17:34 കർത്താവ് പറയുന്നു, 2 പേർ കിടക്കയിലായിരിക്കും. അതൊരു പക്ഷേ ഭാര്യയും ഭർത്താവുമായിരിക്കാം, അല്ലെ വേറെ ആരുമായിരിക്കാം. അങ്ങനെ സാധ്യത അതിലുണ്ട്. ഒരാളെ എടുക്കും, മറ്റേയാളെ ഉപേക്ഷിക്കും. അർത്ഥം ഒരാളെ മാത്രമേ എടുക്കുകയുള്ളൂ എന്നല്ല. 2 പേരും ഭാര്യയും ഭർത്താവും അല്ല കിടക്കയില്ല, 2 പേരും രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ 2 പേരും എടുക്കപ്പെടും എന്നതിന് സംശയമില്ല. ഒരിക്കൽ ഒരാൾ ഞാനിത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനും ഭാര്യയും ഒരു കട്ടിലാണ് ഉറങ്ങുന്നത്. അവൾ വലിയ ആത്മീയകാരിയാണ്, ഞാൻ അത്രയുമല്ല, എനിക്ക് അങ്ങനെ ആത്മീയതയൊന്നും വലുതായിട്ടില്ല. പക്ഷേ ഞാൻ അവളെ തനിയെ വിടില്ല. അവളെ എടുക്കുമ്പോൾ ശക്തമായി ഞാൻ അവളെ പിടിച്ച് ഞാനും കൂടെ തന്നെ പോകും. പ്രിയരെ, അതൊരു മനുഷ്യൻ്റെ വ്യാമോഹമാണ്. അതൊരിക്കലും നടക്കുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ്. കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത, രഹസ്യവരവ് ലോകജനം അറിയത്തില്ല. പക്ഷേ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കും. അന്ന് വലിയ സംഭവങ്ങൾ, വലിയ അപകടങ്ങൾ, കഷ്ടങ്ങളുണ്ടാകും. എയ്റോപ്ലെയിൻ ഓടിക്കുന്ന പൈലറ്റ് രക്ഷിക്കപ്പെട്ടയാളാണെങ്കിൽ അയാൾ എടുക്കപ്പെട്ടാൽ വലിയ പ്ലെയിൻ ക്രാഷ് ഭൂമിയിലുണ്ടാകും. അതുപോലെ ട്രെയിൻ ആക്സിഡൻറ്റ്, കാർ ആക്സിഡൻറ്റ്, ബസ് ആക്സിഡൻറ്റ്സ്, അങ്ങനെ പരമ്പരകൾ തന്നെ, ആക്സിഡൻസിൻ്റെ പരമ്പര ഉണ്ടാകും. വീടുകളിൽ, രാജ്യങ്ങളിൽ കൂട്ടമായ നിലവിളി ഉയരും. പിറ്റേ ദിവസത്തെ ന്യൂസ് പേപ്പറുകളിൽ അനേകം ആളുകളെ കാണാനില്ല എന്നുള്ള സംഭവം അവരെ ഓർപ്പിക്കും. എന്നാൽ പിന്നീട് ഏതാനും ദിവസങ്ങൾ മാത്രമേ അത് നടക്കത്തുള്ളൂ. പിന്നീട് മനുഷ്യന് പാപബോധവും ഓർമ്മയും നഷ്ടപ്പെടും. ലോകത്തിലെ കർത്താവിൻ്റെ പ്രവൃത്തി നിറവേറ്റുവാൻ, സഭയെ ഒരുക്കുവാൻ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുവാൻ അയച്ചു തന്ന കാര്യസ്ഥനായിട്ടുള്ള പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കിക്കൊണ്ട് മധ്യാകാശത്തിലേക്ക് പോകുന്നതുകൊണ്ട് തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അതേ പടിയിൽ ലോകത്തിനും ജനത്തിനും ലഭിക്കുകയില്ല. അതുകൊണ്ട് പിന്നീട് രക്ഷപ്പെടുവാനും പാപബോധം ഉണ്ടാകുവാനും സാധ്യമല്ല എന്നുള്ളത് വേദപുസ്തകത്തിലെ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രിയരെ, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് അടുത്തായിരിക്കിയാൽ നമ്മുടെ ദൈവത്തെ എതിരേൽക്കാൻ നമ്മൾ ഒരുങ്ങിക്കൊള്ളണം. തുടരും. അടുത്തത് മേഘപ്രത്യക്ഷത, ജീസസ് കമ്മിങ് ഇൻ ദി എയർ എന്നുള്ളതാണ്. താങ്ക് യു.